മധ്യപ്രദേശിലെ ഭോപ്പാലിൽ മരിച്ച മലയാളി ഡോക്ടറിലൂടെ 3 പേർക്ക് പുതുജീവൻ ലഭിക്കും. തിരുവനന്തപുരം സ്വദേശിനി ഡോക്ടർ എസ് സജ്ജനയുടെ വൃക്കകളും കരളുമാണ് ദാനം ചെയ്തത്. മൃതദേഹം നാളെ രാവിലെ തിരുവനന്തപുരത്തെത്തിക്കും. വിവരങ്ങളുമായി മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നു. ശ്രീനാഥ് ചന്ദ്രൻ, എന്തൊക്കെയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, കഴിഞ്ഞ 6 മാസങ്ങൾക്ക് മുമ്പാണ് സജന ഭോപ്പാലിലേക്ക്, മധ്യപ്രദേശിലേക്ക് വരുന്നത്. സജനയും 2 മക്കളുമായിരുന്നു അവിടെ താമസം. ഭർത്താവ് ബാംഗ്ലൂരുവിൽ ജോലി ചെയ്യുന്നു, നവീൻ. ആയുർവേദ ഡോക്ടറാണ്. അവിടെ PhD ചെയ്യുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ സാം കോളേജിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ 15-ാം തീയതി അവരുടെ ആരോഗ്യനിലയിൽ ചില പ്രശ്നങ്ങളുണ്ടായി, മസ്തിഷ്കാഘാതമുണ്ടായി എന്നതാണ് മനസ്സിലാക്കുന്നത്. പിന്നാലെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ബൻസാൽ ആശുപത്രിയിലായിരുന്നു ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അവരുടെ ആരോഗ്യനിലയിൽ കാര്യമായ ഒരു പുരോഗതി ഉണ്ടായില്ല. ഇന്നിപ്പോൾ രാവിലെ ആയപ്പോൾ മരണവും സ്ഥിരീകരിച്ചു. മസ്തിഷ്ക മരണം ഉണ്ടായതിന് പിന്നാലെയാണ് അവയവങ്ങൾ ദാനം ചെയ്യുന്നത്. നേരത്തെ തന്നെ സജന ആ കാര്യത്തിൽ താല്പര്യം അറിയിച്ച് അങ്ങനെ തീരുമാനമെടുത്തിരുന്നയാളാണ്. അങ്ങനെയാണ് അവയവങ്ങൾ ദാനം ചെയ്യുന്നത്. 2 വൃക്കകൾ 2 പേർക്ക് നൽകുന്നു. ഒപ്പം തന്നെ കരളും ദാനം ചെയ്യുന്നുണ്ട്. കോർണിയയും ദാനം ചെയ്യും എന്നതാണ് അറിയുന്നത്. അതുമായി ബന്ധപ്പെട്ട ചെറിയൊരു ആശയക്കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും 3 പേർക്ക് അവരുടെ ജീവിതം നൽകിക്കൊണ്ടാണ് സജന ഈ ലോകത്തോട് ഇപ്പോൾ വിട പറയുന്നത്. നാളെ ഇപ്പോൾ രാവിലെ തിരുവനന്തപുരത്തേക്ക് എത്തിക്കും. സജനയുടെ വീട് ബാലരാമപുരത്താണ്, ഭർത്താവിൻ്റെ വീട് നെടുമങ്ങാടാണ്. അപ്പോൾ എവിടേക്ക് കൊണ്ടുവരുമെന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ തീരുമാനമാകുന്നുണ്ട്. എന്തായാലും നാളെ വിമാനമാർഗം തിരുവനന്തപുരത്തേക്ക് മൃതദേഹം എത്തിക്കും എന്നത് അറിയുന്നു. 13-ഉം 10-ഉം വയസ്സുള്ള 2 പെൺമക്കൾ സജനയ്ക്ക് ഉണ്ട്. ദിലീപ് കുമാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.